إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الفرقان 54-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഹുവല്ലദീ അവൻ തന്നെയാകുന്നു അല്ലാഹു ഖലഖ അവൻ സൃഷ്ടിച്ചു മിനൽ മാഇ വെള്ളത്തിൽ നിന്നും ബശറൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യനെ വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞല്ല പറയുകയാണ് ഫജഅലഹു എന്നിട്ട് അവനെ നാം ആക്കി എന്നാണ് പറയുന്നത്. ആ മനുഷ്യനാക്കി കൊടുത്തു. നസബൻ കുലബന്ധമുണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ വംശബന്ധമുണ്ടാക്കി കൊടുത്തു. വസ്ഹറൻ വിവാഹബന്ധങ്ങളും ഉണ്ടാക്കി കൊടുത്തു. വകാന റബ്ബുക ഖദീറ നിന്റെ റബ്ബ് നബിയെ തങ്ങളുടെ റബ്ബ് ഖദീറൻ അതിന് കഴിവുള്ളവനാകുന്നു, സർവശക്തനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നോക്കൂ നിങ്ങൾ. നസബ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ വരും. ഒന്ന്, അത് പിതാവിന്റെ പരമ്പരയിൽ കൂടി വരുന്ന ആ ഒരു കുടുംബ ബന്ധം, ആ കുടുംബ പരമ്പര വരും. അത് മാത്രമല്ല ഗോത്ര പരമ്പരയും വരും. ഈ രൂപത്തിൽ ചില ഗോത്രങ്ങളിൽ ജനിച്ചവൻ അല്ലെങ്കിൽ എന്നാലെന്ന കുടുംബ ബന്ധമുള്ളവൻ എന്നർത്ഥത്തിൽ നസബ് വരും. അത് കഴിഞ്ഞുള്ള പറയുകയാണ് സിഹ്ർ, വിവാഹബന്ധം വരും. വിവാഹത്തിൽ കൂടിയാണ് അങ്ങനെ മനുഷ്യർ പെറ്റുപെരുകുന്നത്. ആദം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായി. അതാണ് ഈ കോടാനുകോടി മനുഷ്യർ പെറ്റുപെരുകി അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അതൊക്കെയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. നിങ്ങൾ ഒരൊറ്റ ദേഹത്തിൽ നിന്നുമാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. ആ ദേഹത്തിൽ നിന്നും തന്നെ അതിന്റെ ഇണയുണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളുമായി നിങ്ങൾ ഈ ലോകത്തിൽ വ്യാപിപ്പിച്ചു എന്ന് സൂറ നിസാഇന്റെ 1-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു. അങ്ങനെയുള്ള അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണമെന്നാണ്, അവനോട് നന്ദിയുള്ളവരാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ രൂപത്തിലുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നവനാണ്. കുലബന്ധം, അതുപോലെ വംശബന്ധം, ഗോത്രബന്ധം, അതുപോലെ വിവാഹബന്ധം. ആ രൂപത്തിൽ മനുഷ്യൻ വേർതിരിഞ്ഞു നിൽക്കുന്നു. പലതരം കക്ഷികളായി അവർ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾ ഉണർത്തുന്നത്. ഇതൊക്കെയും എന്തിനാണ്? നിങ്ങളൊക്കെയും അല്ലാഹുവിന്റെ സൃഷ്ടികളാകുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായ നന്ദി കാണിക്കണം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ചുരുക്കം. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.